ഞാൻ ചാകുമ്പോൾ ഒരു കോണ്ടസ കാർ വേണമെന്ന് ഞാൻ ഇവനോട് പറയുകയായിരുന്നു. താൻ ചാകുമ്പോൾ തനിക്ക് ഞാനൊരു കോണ്ടസ കാർ തരട്ടെ? ചന്ദ്രലേഖ എപ്പോഴും നമുക്ക് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു ബെസ്റ്റ് മൂവി കൂടിയാണ് ചന്ദ്രലേഖ. പ്രിയദർശൻ സാറിൻ്റെ രചനയും സംവിധാനത്തിലും പുറത്തിറങ്ങിയ ഈ സിനിമ ലാലേട്ടൻ ശ്രീനിവാസൻ കോംബോയിൽ പുറത്തിറങ്ങിയ, അതായത് ഏതാണ്ട് ഒരു 80s ശേഷം പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവി കൂടിയായിരുന്നു ചന്ദ്രലേഖ എന്ന സിനിമ. മുംബൈ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര അധോലോകം ബേസ്ഡായിട്ടുള്ള കഥകളൊക്കെയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതെങ്കിലും മുംബൈയിൽ ജീവിക്കുന്ന ദാരിദ്ര്യം പിടിച്ച മലയാളികളുടെ ഒരു കഥ പറഞ്ഞ സിനിമയാണ് ഈ ചന്ദ്രലേഖ എന്ന സിനിമ. അപ്പോൾ കുട്ടൻ നായർക്ക് കടം കയറി നാട്ടിൽ അച്ഛൻ ബാങ്കിൽ നടത്തിയ ഒരു പ്രശ്നം മൂലം കുറച്ച് കടമൊക്കെ കയറി മുംബൈയിലേക്ക് ചെല്ലുന്നു. മുംബൈയിൽ തൻ്റെ സഹോദരൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സഹോദരിയുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ സഹോദരിയുടെ ഭർത്താവിനോട് വീട് വയ്ക്കുന്ന കാര്യം ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അപ്പുക്കുട്ടൻ നായർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള നൂറ്, അപ്പോൾ ഈ നൂറുദ്ദീൻ എന്നാണ് പേര്. അപ്പോൾ നൂറുദ്ദീൻ നിൽക്കുന്നത് അയാളുടെ മാമയുടെ ജ്യൂസ് കടയിലാണ്. അപ്പോൾ ആ ജ്യൂസ് കടയിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മാമയുടെ മോളെ ആരും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. തൻ്റെ പ്രണയം സാഫല്യമാക്കാൻ വേണ്ടിയിട്ട് നൂറ് അവിടെ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും സിറ്റുവേഷനലി ദാരിദ്ര്യത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്ര എന്ന പെൺകുട്ടിയെ ഇവർ ആക്സിഡൻ്റലി കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രയെ അപ്പുക്കുട്ടൻ കണ്ടുമുട്ടുന്നതൊക്കെ. അങ്ങനെ ചന്ദ്രയുടെ ആരും കാണാത്ത ആൽഫി എന്ന കാമുകനായി മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പുക്കുട്ടൻ. ഈ ചന്ദ്രയ്ക്ക് വന്ന പ്രശ്നം അറിഞ്ഞ്, അല്ലെങ്കിൽ ചന്ദ്രയുടെ ആക്സിഡൻ്റ് അറിഞ്ഞ് ബോധം കെട്ട് വീഴുന്ന ചന്ദ്രയുടെ അച്ഛൻ, അപ്പോൾ അച്ഛനെ ആശ്വസിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതുമായിട്ടുള്ള ഒരാളുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ആയിട്ടുള്ള ഇരവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അവരുടെ വീട്ടിലെ ഡ്രൈവറുമായിട്ടുള്ള ഒരു വ്യക്തി. ആ കഥാപാത്രം ചെയ്തിരിക്കുന്ന ആരാന്നറിയാമല്ലോ, ഇന്നസെൻ്റ് തിയേറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് അപ്പുവിനോട് പറയുകയാണ്, നീ കുറച്ചു കാലം കൂടെ ആൽഫിയായിട്ടൊന്ന് അഭിനയിക്കൂ എന്ന് പറയുകയാണ്. പിന്നീട് വേറൊരു സിറ്റുവേഷനിൽ ആൽഫി അഥവാ അപ്പുക്കുട്ടൻ ആ ഒരു കാര്യം മിസ്യൂസ് ചെയ്യുകയാണ് ശരിക്കും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യം കൊണ്ടാണ് അപ്പുക്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ ആൽഫിയായി മാറുന്നത്. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ആകെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ ടെൻഷൻ ഫ്രീ ആകുന്നൊരു മൂവിയായിട്ട് മാറുകയാണ് ചന്ദ്രലേഖ എന്ന സിനിമ. ഇതിനിടയിലേക്കാണ് ലേഖ എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. രവിയുടെ മകളായിട്ടുള്ള രേഖയും അപ്പുക്കുട്ടനും പിന്നീട് പ്രേമത്തിലാവുന്നു. അവരുടെ പ്രേമം സാഫല്യമാവുന്നു. ഇതിനിടയ്ക്ക് ചന്ദ്ര റിക്കവർ ആവുന്നു. ചന്ദ്രയ്ക്ക് അപ്പുവിനോട് പ്രണയം തോന്നുന്നു. അവസാനം ചന്ദ്ര തന്നെ പറയുകയാണ്, നഷ്ടപ്പെടലിൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ വെച്ച് ഒന്നിക്കുന്നു. ഇങ്ങനെ ഈ സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്ര, ലേഖ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ഈ ഒരു സിനിമ. ഇവർ താമസിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ, ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ പോകുന്ന ഒരു സ്ത്രീ കൂടിയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമൺ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം തന്നെയാണ്. അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ലേഖയാണെങ്കിൽ ആ വീട്ടിലെ ഡ്രൈവറുടെ മകളും കൂടാണ്. എന്നാൽ ആ വീട്ടിൽ ചന്ദ്രയേക്കാൾ താല്പര്യം അവളോടാണ്. എല്ലാവർക്കും വാത്സല്യം കൂടുതലുള്ള ഒരു ആളാണ് ലേഖ എന്ന പെൺകുട്ടി. ഇവരുടെ രണ്ടുപേരുടെയും അച്ഛന്മാർ, ഒന്ന് ഇരവി കുട്ടി, അതുപോലെ ഉദയവർമ്മ തമ്പുരാൻ. അപ്പോൾ ഇരവി എന്ന് പറയുന്ന കഥാപാത്രം ഇതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. ഇന്നസെൻ്റ് സാറിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു, നമ്മളുടെ എല്ലാം ഒരു ശീലമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ.
ഇതിനകത്ത് പല സിറ്റുവേഷൻസും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സീനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിലെ ഹോസ്പിറ്റൽ സീക്വൻസിൽ ഇദ്ദേഹം കടന്നു വരുന്നത്, ഞാൻ മതം പൊട്ടി വരുന്നുണ്ട് എല്ലാവരും മാറിക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഭയങ്കര ടെൻഷനായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്കത് ചിരി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആക്ഷൻസ്, അതുപോലെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത്, ഞാൻ ഒരു ബിയർ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ആ ഒരു കഥാപാത്രം നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സിറ്റുവേഷനിലായിട്ട് നമുക്ക് കോമഡി കൈകാര്യം ചെയ്യുന്ന വേറെ കുറേ ക്യാരക്ടേഴ്സിനകത്തുണ്ട്. ഇതിനകത്ത് കണക്കപ്പിള്ളയായിട്ടുള്ള പപ്പുച്ചേട്ടൻ്റെ ആ ഒരു കഥാപാത്രമൊക്കെ 100 100 എന്ന് പലതവണ പറയുന്നത്, നന്ദി വേണോടാ നന്ദി എന്നൊക്കെ പറയുന്ന ആ ഒരു സീക്വൻസൊക്കെ നമ്മൾക്ക് ഇന്ന് ഭയങ്കര ട്രോൾ സിറ്റുവേഷനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പല ക്യാരക്ടേഴ്സും, മാമുക്കോയ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആദ്യം തന്നെ ഡൗട്ടുണ്ട്, ഇവൻ അപ്പുക്കുട്ടനാണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്. അപ്പോൾ ആൽഫിയെ ആണോ അപ്പുക്കുട്ടനാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ആ ഒരു കടമയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷേ സിറ്റുവേഷനിൽ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ഭയങ്കര ആളും ബഹളവും തിരക്കും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഇതിലെ പല ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ സീരിയസ് ആകുന്നതും ഇമോഷണലാകുന്നതും ഒക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വൈഡ് ഷോട്ടിൽ ക്യാരക്ടേഴ്സ് എല്ലാം കോമഡി ആയിരിക്കും, എന്നാൽ ക്ലോസപ്പിൽ കാണിക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇമോഷണലായിട്ടുള്ള ട്രാജഡി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. ഇതിൽ ഇരവിയുടെ ആ ഒരു കഥാപാത്രം തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു ക്ലോസപ്പ് ഷോട്ടുകളിലാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ നെടുമുടി വേണു സാർ ചെയ്തിട്ടുള്ള ഉദയവർമ്മ എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ ക്ലോസപ്പിൽ കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലാകുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ്റെ ഒരു പ്രശ്നങ്ങൾ, ലാലേട്ടൻ്റെ കഥാപാത്രമൊക്കെ ആണെങ്കിലും അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് ക്ലോസപ്പ് ഷോട്ടുകളിലാണ്. ഇത്തരം ഒരു കാര്യം ഈ ഒരു സിനിമ നമ്മളോട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ക്യാരക്ടർ കോമ്പിനേഷൻസ് വേറൊരു ലെവൽ ഓഫ് കോമ്പിനേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ, അതായത് ഒരു ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ മുതലാളിയും, നമുക്ക് വേണമെങ്കിൽ അത് രണ്ടിനെ രണ്ട് തട്ടിൽ കാണാം. പക്ഷേ ഇവർ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവിടെ ഒരു വ്യക്തി വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ പല ക്യാരക്ടേഴ്സിനും ഇതിനകത്തുണ്ട്. അവിടെ ആർക്കും ഒരു തിരിച്ചു വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം കള്ളം പറയേണ്ടി വരുന്ന കുറേ ആളുകളുടെ ഒരു കഥ കൂടിയാണ് ചന്ദ്രലേഖ എന്ന സിനിമ. പ്രിയദർശൻ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ബഹളവും തിരക്കും ഒക്കെ ഉണ്ടല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ മറ്റ് സംവിധായകരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ലൈക്ക് മിഥുനം, അതുപോലെ മേഘം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ചിത്രം, വന്ദനം, ഇതുപോലത്തെ സിനിമകളൊക്കെ, അതുപോലെ വെട്ടം, ഈ സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. ഈ തിരക്കുകളുടെ ഇടയിൽ കൂടി കഥ പറയുന്ന, സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമകൾക്കൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതും ഭയങ്കരമായിട്ടൊരു ഫാൻ ബേസ് ഉള്ളതും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയിൽ ഭയങ്കര എല്ലാ ക്യാരക്ടേഴ്സും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എസ്പെഷ്യലി ഹോസ്പിറ്റൽ സീക്വൻസിലൊക്കെ ആണെങ്കിലും അവിടെ ലാലേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നേഴ്സ് ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ സൗണ്ട് കൂടി പോകുമ്പോൾ സൈലൻസ് എന്ന് പറയുന്നു. അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റി, പിന്നെ അവിടുത്തെ വേറെ പേഷ്യൻസ്, കൊച്ചുങ്ങൾ കരയുന്നത്, ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഒരു അന്തരീക്ഷത്തിന് എപ്പോഴും ഒരു സൗണ്ട് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ ആ ഒരു സീൻ ഭയങ്കര റിച്ച് ആയിരിക്കും. അതിൽ ഒന്നും തന്നെ നമുക്കൊരു ലാഗായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ പല സീൻസും, ഇപ്പോൾ ചന്ദ്രയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അപ്പു വന്ന് നൂറിനോട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നൂറിൻ്റെ ഫോക്കസ് മുഴുവൻ ഈ അപ്പു കൊണ്ടുവന്ന പെട്ടിയിലാണ്, ചന്ദ്രയുടെ പെട്ടിക്കകത്താണ്. അപ്പോൾ അതിനകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തേരം പൈസ ഉണ്ടാവും, അങ്ങനത്തെ ചിന്തകളൊക്കെ വെച്ചിട്ട് ഇയാളിങ്ങനെ കുത്തി തുറക്കാനൊക്കെ നോക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലാലേട്ടൻ്റെ കയ്യിലെ ഗ്ലാസ്സിനകത്തോട്ട് ഈ മൊന്തേന്ന് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഈ മൊന്തയ്ക്കകത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നതൊക്കെ.
അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറേ മിസ്സിങ് സീൻസ് ഇതിനകത്ത് കുറേ ഉണ്ട്. അതായത് ഭയങ്കര റിച്ച് ആയിരിക്കും. ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ എല്ലാ സീക്വൻസും ഭയങ്കരമായിട്ടങ്ങ് തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു രീതി ഈ സിനിമയ്ക്കുണ്ട്. പ്രിയദർശൻ സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ഈ തിരക്കിനിടയിലൂടെ കഥ പറഞ്ഞു പോകുന്ന, അതിനിടയ്ക്കൂടെ ഇമോഷണലി അതുപോലെ കോമഡി സിറ്റുവേഷൻസിലൂടെ ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകതയാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് ജീവ ആയിരുന്നു. അദ്ദേഹം തമിഴ് സിനിമകളിലാണ് തൻ്റെ ക്യാമറ കൂടുതൽ ചലിപ്പിച്ചിട്ടുള്ളതെങ്കിലും മലയാള സിനിമയിൽ അഭിമന്യു എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയദർശൻ സിനിമകളിലൊരെണ്ണം. പിന്നീടൊന്ന് ചന്ദ്രലേഖയാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചത് എൻ ഗോപാലകൃഷ്ണനായിരുന്നു. ഈ സിനിമയ്ക്ക് ഭയങ്കര കണ്ടിന്യൂറ്റി ആണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല. എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു തോന്നലും പിന്നെ ചന്ദ്ര എഴുന്നേൽക്കുന്നതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെ മികവ് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയിലെ പാട്ടുകളൊക്കെ തന്നെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള പാട്ടുകളാണ്. എസ്പെഷ്യലി ഇതിൽ നായികയെ കാണിക്കുമ്പോഴത്തേക്കുള്ളൊരു പാട്ടുണ്ട്, അമ്മുമ്മക്കിളി വായാടി എന്ന് പറയുന്നൊരു പാട്ട്. ഒരു കാലഘട്ടത്തിൽ നായികയെ കാണിക്കുമ്പോൾ പാട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പം വയ്യാതെ കിടക്കുന്ന കൂട്ടുകാരിയെ കാണാൻ വരുന്ന ഒരു കൂട്ടുകാരിയുടെ ആ ഒരു സന്തോഷം, ആ ഒരു രീതിയിലാണ് നമ്മൾ ആ പാട്ടിനെ ഇന്ന് കണ്ടിട്ടുള്ളതെങ്കിലും ആ പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവയാണ്. അതുപോലെ താമരപ്പൂവിൽ എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഈ ഗാനങ്ങളെല്ലാം തന്നെ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതുപോലെ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ബേണി ഇഗ്നീഷ്യസ്. ഈ സഹോദരങ്ങളാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. അന്നത്തെ കാലത്ത് ഒരു വാട്സപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കുമുള്ള ആൽഫി ആരായിരുന്നു എന്ന് തിരിച്ചറിയുകയും ആ ഒരു കള്ളത്തരം മൊത്തത്തിൽ പൊളിയുകയൊക്കെ ചെയ്തേനെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നത് കൊണ്ട് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അന്നത്തെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് മൂവി കൂടിയായിരുന്നു ചന്ദ്രലേഖ എന്ന സിനിമ. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.